നമസ്കാരം ദോസ്തോം നമസ്കാരം വണക്കം. പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന സമയത്ത് ഒരൊറ്റ പേരെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരൂ, അത് ദുരന്തറാണ്. പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയ ദുരന്തറിൻ്റെ ആ ഒരു 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 പ്രകമ്പനമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാധനം കൊടുത്തിട്ടാണ് ആദ്യത്തെ ദുരന്തർ വന്നു പോയത്. और इस बार धुरंधर का ऑफिशियल हिंदी ट्रेलर आ चुका है. मैं कसम खाता हूं भाई, ये इंडियन बॉक्स ऑफिस का सबसे बड़ा बिगेस्ट बॉक्स ऑफिस हिट होने वाला है. बिल्कुल सारा रिकॉर्ड बॉलीवुड का और पैन इंडियन फिल्म इंडस्ट्री का सारा रिकॉर्ड ये धुरंधर का ये पार्ट 2 तोड़ेगा. ये मेरा वादा है, मेरा एक्सपेक्टेशन है. तो अब 3 मिनट 26 सेकंड धुरंधर द रिवेंज ऑफिशियल हिंदी ट्रेलर. रणवीर सिंह ഉണ്ട്, आदित्य दार इन सिनेमास 19th मार्च. अपन നമുക്ക് തുടങ്ങാൻ शुरू करेंगे मेरे भाई और बहनों. लेट्स गो. हिंदू पड़ोस में रहते हैं हम. द एरोप्लेन सीन कितना तो बिगाड़ सकते हो. ओह Yeah, man. Yeah, man. साफ सुनाई दिए जा रहे हैं. सबसे बड़ा सवाल, रहमान डकैत की मौत के बाद कौन बनेगा बादशाह? Oh, man. Wow. Wow. Introducing Jaskirat Singh Ranki. Okay. Wow. What a swag, man. Hey, कमला गंगाई. लो क्यों रहा है लाले? तूने सुना नहीं? जहाँ दर्द है वहाँ मर्द है. जहाँ दर्द है वहाँ मर्द है. The BGM. Oh. हिंदुस्तानी का My God. अर्जुन रामपाल. दस्तरखान पर रखा था मेजर इकबाल ने. खुदा कसम, अब एक और हिंदुस्तानी सर काट कर मुरीद. लेकिन बड़ा साहब है ना, बड़ा साहब है. Oh. क्या मान है डोसा. हौसला ईंधन बदला. कैरेक्टर ऑफ रही बदला brings you the epic revenge. Chenda Mohane beast mode. Oh man, क्या बात है भाई. What is this? धमाका ब्लास्ट. पाकिस्तान का मुस्तकबिल Oh. तय करेगा. आदित्य दार, ലോകേഷ് ദാർ, എല്ലാവരും ദർ ഫാമിലിയാണ്. जरवारी साहब, आपने बतखें तो बड़ी सफेद पाल रखी है अपने फार्म हाउस में. ये बटक सा रियली वाइट. മൈ ഗോഡ് മാൻ, ഹെൽ ഓഫ് എ ട്രെയിലർ മാൻ, ഹെൽ ഓഫ് എ ട്രെയിലർ. എൻ്റെ മോൻ എജ്ജാതി സാധനമാണ് കൊടുത്തിട്ടുള്ളത്. 3 മിനിറ്റ് 26 മിനിറ്റിലെ പ്യോർ ധമാക്ക, തിയേറ്റർ ബ്ലാസ്റ്റ് മാൻ, തിയേറ്റർ ബ്ലാസ്റ്റ്. ഇതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കുന്നവരോട് ഞാൻ ഫസ്റ്റ് ടൈം അത് മിസ്സായി പോയിട്ടാണ്. ബിക്കോസ് ഞാൻ നിയർ ബൈ ലൊക്കേഷൻ ഒന്നും ഈ ദുരന്തം സിനിമ ഇറങ്ങിയിട്ടില്ല. 1 മന്ത് കഴിഞ്ഞാണ് ഇറങ്ങിയത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതിപ്പോൾ എവിടെയായാലും, അതിപ്പോൾ 100 കിലോമീറ്റർ അപ്പുറമായാലും ഞാൻ പോയിട്ട് കാണും.
മംഗലാപുരം ഉണ്ട് അടുത്ത്, അവിടെ പോയിട്ടാണെങ്കിൽ ഞാനത് കണ്ടിരിക്കും, തിയേറ്ററിൽ പോയിട്ട് കണ്ടിരിക്കും, റിവ്യൂ പറഞ്ഞിരിക്കും. ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഞാനത് ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഞാൻ ടാബിലല്ല മൊബൈലിൽ കണ്ടാലല്ല, അത് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായാലും മക്കളെ, എന്തായാലും ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ എല്ലാ റെക്കോർഡും ഇത് തകർക്കും എന്നുള്ളത് 100% ഉറപ്പാണ് ചോദിച്ചാൽ എനിക്കങ്ങനെ തോന്നുന്നു. ബിക്കോസ് 1200 1300 കോടിയാണ് ഇതിപ്പോൾ നേടിയത് ഫസ്റ്റ്. അത് ആദ്യം കുറച്ച് ഹൈപ്പ് ഉണ്ടായില്ല, പിന്നെ ആൾക്കാരത് സോഷ്യൽ മീഡിയയിൽ അതും ഭയങ്കര ഹൈപ്പും കൂടിയിട്ട് അത് പിന്നെ ഹൗസ്ഫുള്ളായി വേറൊരു എപ്പിക് ലെവലിലേക്ക് മാറി. അപ്പൊ ദങ്കലിലൊക്കെ റെക്കോർഡ് ചെയ്തപ്പോൾ തകർക്കുമെന്നാണ് എൻ്റെ ഒരു സംശയം. ബിക്കോസ് അതിനുള്ള സാധനങ്ങൾ ഉണ്ടടി, മനസ്സിലായില്ലേ? ആൻഡ് രൺവീർ സിംഗ്, വാട്ട് ആൻ ആക്ടർ, വാട്ട് ആൻ സ്വാഗ്. അത് ഏതൊക്കെ 2-3-4 അപ്പിയറൻസിൽ ഞാൻ കണ്ടു. ലൈക്ക് ആ ബാർഷയായിട്ടും അതിന്റെ ബാർഷയായിട്ട് മാറുകയാണ് മൂപ്പര് സ്പൈ. പിന്നെ എന്താ ചെറിയൊരു ക്ലീൻ ഷേവ് ലുക്ക്, പിന്നെ ആ ഒരു പെട്ടെന്ന് പേടിക്കുന്ന പെട്ടെന്ന് വറക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഏത് രീതിയിലാണ് മൂപ്പര് ചെയ്തു വെച്ച് ആ മുഖത്ത് ആ പേടി വരുന്നത്. ആൻഡ് കുറെ ആൾക്കാർ ആൻഡ് ഇതിനൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണല്ലോ ആൾക്കാരൊന്നും പറയാൻ പറ്റില്ല. സർപ്രൈസ് എൻട്രി ആരൊക്കെ ഉണ്ട്, അർജുൻ രാംപാൽ ഒബ്വിയസ്ലി ഉണ്ട്. ആൻഡ് ഇതൊക്കെ മുകളിലൊരു ബഡാ സാഹേബ് ഉണ്ട്, ബഡാ സാഹേബ്. സോ കോൻ ഹേ വോ ബഡാ സാഹേബ്, ബഡാ സാഹേബ്. അപ്പൊ ആ ബഡാ സാഹേബ് ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇമ്രാൻ ഹാഷ്മിയുടെ ഒരു പോസ്റ്ററൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കൺഫേം ആണോ, അത് റൂമറാണോ, ഒഫീഷ്യൽ ആണോ എന്ന് അറിയില്ല. അതൊക്കെ ഒരു ക്യാരക്ടർ അങ്ങനെ ഉണ്ട് ബഡാ സാഹേബ്. അത് ഈ അർജുൻ രാംപാലിന്റെ മുകളിലൊരു ബഡാ സാഹേബാണ്. അപ്പൊ അതാരാണെന്നൊക്കെ അറിയേണ്ടതുണ്ട്. ആൻഡ് കുറെ ആൾക്കാരുണ്ട്. സോ ഇത് ആരും തിയേറ്ററിൽ പോയിട്ട് കാണാതിരിക്കാൻ പാടില്ല, അല്ലാതെ തിയേറ്ററിൽ പോയിട്ട് കാണുക. ആൻഡ് ഇതിന്റെ പ്രൊപ്പഗോണ്ട കാര്യങ്ങൾ അതൊക്കെ ഞാൻ പറയുന്നില്ല. അത് പല ആൾക്കും പല വിഷയങ്ങളുണ്ടാവും, പല അഭിപ്രായങ്ങളുണ്ടാവും. സോ ആസ് എ മൂവി ലവർ ദിസ് ഇസ് എ ഹെൽ ഓഫ് എ മൂവി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമ്മൾക്ക് 3 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ടെന്ന് കേൾക്കുന്നത്, 3 hours and 40 minutes. സോ അതൊക്കെ എങ്ങനെ അത്തരത്തിലുള്ളൊരു മൂവി വരുമ്പോൾ അത് നമ്മൾ എങ്ങനെ എന്റർടൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ എൻഗേജ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ കാണിച്ചു തന്നു. അപ്പൊ ഇതും ഒബ്വിയസ്ലി 3 മണിക്കൂർ 40 മിനിറ്റ് ഒന്നും ഒരു കാര്യമല്ല. അത് പക്ക എന്റർടൈൻ ക്ലീൻ സാധനം കൊടുത്തിരിക്കുന്നത് 100% ഷുവർ ആണ്. ആൻഡ് ടോക്സിക് 19 ടോക്സിക്കും കൂടി ഇറങ്ങുന്നുണ്ടായിന്, പക്ഷെ അത് മാറ്റി വെച്ചു. ഒബ്വിയസ്ലി അത് അവർക്ക് അതിൽ ബിസിനസ്, രണ്ടാൾ ഒരേ ഡേറ്റിൽ ഇത്രയും വലിയ 2 എപ്പിക് പാൻ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അത് ബിസിനസിനെ ബാധിക്കും. ഒബ്വിയസ്ലി ഒരാൾ ചുവടൊന്ന് മാറി, അത് അവരുടെ നല്ലത് വേണ്ടിയിട്ടാണ്. ഡിപ്പാർട്ട്മെന്റ് എസ്പെഷ്യലി BGM ഒക്കെ ചെയ്തത് സച്ദേവ് മൂപ്പരുടെ പാട്ടും കാര്യങ്ങളും അതിന്റെ വോക്കൽസ് ആണെങ്കിലും ഗംഭീര സാധനങ്ങൾ കൊടുത്തലാണ്. ആൻഡ് എസ്പെഷ്യലി സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ ഗംഭീര വർക്കാണ്. നമ്മൾ കണ്ടു അത് ബോംബ് ബ്ലാസ്റ്റും അല്ലെങ്കിൽ ആ പൊട്ടിത്തെറിയിൽ ഉണ്ടാകുന്ന മനുഷ്യ ശരീരങ്ങൾ അത് കാണിക്കുന്നതും ഇവരെ മേക്കപ്പ് ആണെങ്കിലും ആ ഒരു സെറ്റപ്പ് അത് ഇന്ത്യയിലാണ് ചെയ്തത്. ഇന്ത്യയിലെ മുംബൈയിലോ അവിടെ ഒരു സെറ്റ് ഇട്ടിട്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ ആ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഗംഭീരമായ വർക്കാണ്. ടോട്ടൽ അതിന്റെ സിനിമാറ്റോഗ്രാഫി, അതിന്റെ BGM, അതിന്റെ ഡയറക്ഷൻ, ആക്ടേഴ്സ്, എത്ര ആക്ടേഴ്സ് ആണ്. സോ ഐ ആം നോട്ട് ഗോയിങ് ടു മിസ് ദിസ് എപ്പിക് ഫിലിം ഇൻ തിയേറ്റർ. ദിസ് ടൈം ഐ ഡെഫിനറ്റ്ലി വാച്ച് ഇൻ തിയേറ്റർ. ആൻഡ് മക്കളെ 19 വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ രൺവീർ സിംഗിന്റെ ആദിത്യ താരന്റെ ദുരന്തർ 19 മാർച്ചിന് ദ ടൈം ഫോർ സ്വീറ്റ് റിവെഞ്ച്.